മുണ്ടക്കൈ ഉരുൾ ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീടുകൾ ഫെബ്രുവരി 28-ന് കൈമാറും. ആദ്യഘട്ടമായി 50-ലധികം വീടുകളാണ് കൈമാറുക. 105 വീടുകളാണ് ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചത്. മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വെള്ളിത്തോട് പ്രദേശത്ത് 11 ഏക്കർ സ്ഥലത്താണ് ദുരന്തബാധിതർക്കായുള്ള വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 2000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാനുള്ള അടിത്തറയോടുകൂടി 1000 സ്ക്വയർ ഫീറ്റ് വീടുകളാണ് നിർമ്മിക്കുക. 3 മുറികളും അടുക്കളയും മറ്റ് സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കും വീടിന്റെ ഘടന. ശുദ്ധജലവും വൈദ്യുതിയും വഴിയും ഉറപ്പാക്കിയാണ് വീടുകൾക്കായി സ്ഥലം ഏറ്റെടുത്തത്. ആദ്യഘട്ട വീടുകളുടെ താക്കോൽദാനം ഫെബ്രുവരി 28-ന് നടക്കുമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഫെബ്രുവരി 28 ഞങ്ങൾ അത് കൈമാറും. മാക്സിമം കുറയില്ല. ഞങ്ങൾ തീരുമാനിച്ച് 50-ന്റെ മുകളിലുള്ള വീടുകൾ ഞങ്ങൾ ഫെബ്രുവരി 28-ന് കൈമാറും. സാധിക്കാരിയാബ്ദങ്ങൾ അതിന് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു. ഉരുൾ ദുരന്തബാധിതർക്കായി 105 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 1-നാണ് ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളാണ് ശിലയിട്ടത്. ദുരന്തബാധിതരുടെ ആവശ്യപ്രകാരമാണ് മേപ്പാടി പഞ്ചായത്തിൽ തന്നെ പദ്ധതിക്കായി സ്ഥലം വാങ്ങിയത്. ഏറെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് നിർമ്മാണം